നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് ശുക്രൻ ഉദിക്കുന്ന നക്ഷത്രം. ഉന്നത സ്ഥാനലബ്ധി, സാമ്പത്തിക നേട്ടമുള്ള നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. തയ്യാറാക്കി അയച്ചു ജയറാണി EV. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. ഇന്ന് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും നിലനിൽക്കും. സാമ്പത്തികമായ നേട്ടങ്ങൾക്കും സമൂഹത്തിൽ മാന്യതയ്ക്കും സാധ്യതയുണ്ട്. ശാരീരികമായ സുഖവും ആരോഗ്യപരമായ കാര്യങ്ങളിൽ പുരോഗതിയും ഈ ദിവസം കാണുന്നു. പൊതുവെ എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാകും. ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ചില കാര്യങ്ങളിൽ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കബളിപ്പിക്കലുകൾക്ക് സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക. ജോലിയുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാം. നേത്രരോഗങ്ങളും ഉദരസംബന്ധമായ അസുഖങ്ങളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അന്യരിൽ നിന്ന് ദോഷഫലങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. മിഥുനം രാശി. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. തൊഴിൽ മേഖലയിൽ മികച്ച വിജയം നേടാൻ സാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാനും ആഭരണങ്ങൾ വാങ്ങാനും സാധിക്കും. സർക്കാർ ജോലിയുള്ളവർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. കർക്കിടകം രാശി. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ദിവസമാണ്. തൊഴിൽപരമായ കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. വിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ സമയം വന്നുചേരും. മുടങ്ങിക്കിടന്ന സർക്കാർ ജോലികൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ ദിവസം പൊതുവെ സന്തോഷകരവും കീർത്തി വർദ്ധിപ്പിക്കുന്നതുമായിരിക്കും. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക. ബന്ധുജനങ്ങളുമായി ഇടപഴകുമ്പോൾ വാക്കുതർക്കങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ്. കന്നിരാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ബന്ധങ്ങളിൽ ക്ഷമയോടും വിവേകത്തോടും കൂടി പെരുമാറേണ്ടത് ആവശ്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും ബന്ധുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത. ചർമ്മ സംബന്ധമായ രോഗങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ നൽകുന്നത് അനാവശ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. തുലാം രാശി. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. പുതിയ അവസരങ്ങൾ തേടിയെത്താൻ സാധ്യതയുള്ള ദിവസമാണ്. നിലവിലുള്ള തൊഴിൽ പുരോഗതി കാണാം. കലാകാരന്മാർക്ക് മുടങ്ങിക്കിടന്ന പ്രോജക്റ്റുകൾ വീണ്ടും ആരംഭിക്കാനും പുതിയ അവസരങ്ങൾ നേടാനും സാധിക്കും. പരിശ്രമങ്ങൾ ലക്ഷ്യത്തിലെത്താൻ സാധ്യതയുള്ളതിനാൽ അവസരങ്ങൾ വിനിയോഗിക്കുക. വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഉന്നത സ്ഥാനലബ്ധിക്കും ബിസിനസ്സിൽ പുരോഗതിക്കും സാധ്യതയുണ്ട്. തൊഴിൽ വിജയവും സാമ്പത്തിക നേട്ടങ്ങളും ഈ ദിവസം പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ മികച്ച ഫലങ്ങൾ കാണുന്നു. അപ്രതീക്ഷിതമായി സമൂഹത്തിലെ ഉന്നതരുമായി കണ്ടുമുട്ടാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും അവസരമുണ്ടാകും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ജോലിസ്ഥലത്തും കുടുംബത്തിലും ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വരാം. ചില അപവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവയെ ശാന്തതയോടെയും വിവേകത്തോടെയും കൈകാര്യം ചെയ്യുന്നത് ഗുണകരമായിരിക്കും. സാമ്പത്തികവും ആരോഗ്യപരവുമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകിയില്ലെങ്കിൽ ദുരിതങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. മകരം രാശി. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. പൊതുവെ പ്രതികൂലമായ ചില ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശാരീരിക സുഖക്കുറവ്, മാനസിക വിഷമങ്ങൾ, യാത്രകൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവ നേരിട്ടേക്കാം. സുഹൃത്തുക്കൾ മുഖേന ദോഷങ്ങൾ ഉണ്ടാകാനും സ്ഥാനനഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട്. സഹോദരങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുന്നത് നല്ലതാണ്. കുംഭം രാശി. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുടുംബ ബന്ധങ്ങൾ ഇന്ന് കൂടുതൽ ദൃഢമാകും. തൊഴിൽ മേഖലയിൽ വിജയം കൈവരിക്കും. പുത്രഭാഗ്യത്തിനും സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങാനും വീട്ടിൽ ഐശ്വര്യം നിറയാനും സാധ്യതയുണ്ട്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും സർവ്വ വിജയത്തിനുള്ള അനുകൂലമായ ദിവസമാണ്. മീനം രാശി. പൂരോരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വരാം. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നഷ്ടങ്ങൾ വരാൻ ഇടയുണ്ട്. മംഗളകർമ്മങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടാനും അപമാനിക്കപ്പെടാനും സാധ്യതയുണ്ട്. തൊഴിൽ സംബന്ധമായ പരാജയങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ജ്യോതിഷ സംബന്ധിയായ നിങ്ങളുടെ സംശയങ്ങൾക്കും പ്രശ്നപരിഹാരത്തിനും ബന്ധപ്പെടേണ്ട നമ്പർ ജയറാണി EV 9746812212.